സാർ കഴിഞ്ഞ ആഴ്ച ആ കഥാപാത്രം മരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച? കഴിഞ്ഞ ആഴ്ച ആ കഥാപാത്രം മരിക്കണ്ട, ചോരയിൽ കുളിച്ച് കിടക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് ഈ ആഴ്ച ജീവിപ്പിക്കാമല്ലോ. അയാൾ കാശ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. ആണോ? എങ്കിൽ തട്ടിയേക്ക്. ആ പ്രകാശന് ഇത്തിരി വെള്ളം തരൂ. ഓ പോടോ ഇവിടെ. ഓക്കെ ഓക്കെ റെഡി. ക്യാമറ റെഡി. ഓക്കെ റോളിംഗ്. ക്ലാപ്പ്. ക്ലാപ്പ്. ഓ, അയാളൊരു കിഴങ്ങനാ. ക്ലാപ്പ് അടിക്കണോ? ല്ല സാർ, ഞാൻ അടിച്ചപ്പോ അവളെ മൂക്കിൽ വെച്ച് പോയ മൂക്കിൽ കൊണ്ടു ഇതിനകത്ത് അതിന് വെച്ച്. എന്താണ് ഇത്? എടോ താനൊക്കെ കുറെ കാലമായില്ലേ ഇത് ക്ലാപ്പ് അടിക്കാൻ തുടങ്ങിയിട്ട്? ദയവ് ചെയ്ത് നടികളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഇൻസൾട്ട് ചെയ്താൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യടോ താൻ? താൻ എന്ത് ചെയ്യുന്നു? ദേഹത്തോടരുത്, ദേഹത്തോട്ട് കളിക്കരുത്. അതിനെ നിങ്ങൾ നടിച്ചല്ലേ? അടിച്ചു. എനിക്കൊരു ദിവസം വരും, അന്ന് ഞാൻ കാണിച്ചു തരാം. കാണിക്ക്. കാപ്പ്. അല്ല, ഇതാര്? മൊയ്തുട്ടി സാറോ? വരണം വരണം സാർ. അറിയില്ലേ? എന്നെ ക്ലാപ്പ് അടിക്കാൻ പഠിപ്പിച്ച സാറാ. സത്യശീലൻ യെസ്. ഇവിടെ സീരിയലിന്റെ അപ്രൂവലിന് മറ്റോ വന്നതായിരിക്കും. ഞാൻ സീരിയലിന്റെ അപ്രൂവലിന് വന്നതല്ല, ഞാനിവിടെ സീരിയലിന് അപ്രൂവൽ കൊടുക്കുന്ന ആളാണ്. നിങ്ങളൊരു സീരിയലിന്റെ പൈലറ്റ് എപ്പിസോഡ് ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഒന്നല്ല 48 പൈലറ്റ് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. സാർ ഒരുപാട് പൈലറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ? എയർഫോഴ്സിലൊന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു? ഇങ്ങോട്ട് മാറിയിക്കിടും. പോയി തൊട്ട് സാർ. ഓ, ഇങ്ങോട്ടിരിക്കണം. ഓ, എന്നെ കുറെ നാളായി ഇവിടുന്ന് വിളിക്കുന്നു. ആര് വിളിക്കുന്നു? ഇവിടുത്തെ MD. ഓ, അപ്പൊ സീരിയൽ ചെയ്യാൻ വന്നാണല്ലേ? എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. വൺ മിസ്റ്റർ സ്വയംവരൻ. സ്വയംവരൻ. 1 സെക്കൻഡ്. ഓ, ഹലോ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം. ഒരു മൊയ്തു കരവത്ത് വന്നിട്ടുണ്ട്. കടവത്ത്. കടവത്ത്. അങ്ങോട്ട് അടുപ്പിക്കട്ടെ. ഓ ശരി, വെയിറ്റ് ചെയ്യൂ. ഓ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, പ്രേതം മരിച്ച ആളിൻ്റെ ദേഹത്ത് കയറണം. അതെ സാർ, അങ്ങനെ ആ പ്രേതം മരിച്ച ഒരാണിന്റെ ദേഹത്ത് കയറുന്നു. ആണിൻ്റെ ദേഹത്ത് കയറണ്ട, പ്രേതം പെണ്ണാവണം. എന്നിട്ട് പെണ്ണിൻ്റെ ദേഹത്ത് ബാധ കയറണം. സാർ മരിച്ചത് ആണാണ്. എന്നൊരു കാര്യം ചെയ്യ്, പെണ്ണിനെ കൊല്ലേ. സാർ കഥ മാറിപ്പോവില്ലേ? അതിനെന്താ? ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ ആണിൻ്റെ ദേഹത്ത് കയറ്റി പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിപ്പിക്കണം. സത്യശീലൻ, നമുക്ക് ഈ രണ്ടുപേരെ കൊണ്ട് കൊന്നാലോ? ആർക്ക്? നമുക്ക് രണ്ട്. ഇത് ഞങ്ങളുടെ കഥ, ഓടിക്കൊണ്ടിരിക്കുന്ന കഥ. നിങ്ങളെ വിളിക്കും. പറയൂ. അല്ല, അതെങ്ങനെ ശരിയാകും സാർ? അത് ശരിയാവും. ആണായാൽ എങ്ങനെയാ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിക്കുക? ആണായാൽ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിക്കാം. എടോ, ഇത് ഓഡിയോ വിഷ്വൽ മീഡിയയാണ്. സാറേ, ഈ കടവത്ത് ഏതൊരു മൊയ്തുട്ടി ഇരിക്കുന്നെന്ന് പറഞ്ഞല്ലോ, ഇയാളെ? മൊയ്തു കടവത്ത് നിങ്ങളാണോ? അതെ. എന്റെ പൊന്നു സാറേ, എത്ര സമയം കൊണ്ട് താങ്കൾ തെരഞ്ഞെടുക്കുക? ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന് അവിടെ മീറ്റിംഗ് നടക്കില്ലല്ലോ. നടക്കില്ല. ആ വാ. ഓ ശരി ശരി ശരി. നിങ്ങൾ ഇതുവരെ എത്ര സീരിയൽ ചെയ്തു? സീരിയൽ ഇതുവരെ ചെയ്തിട്ടില്ല. 17 സിനിമകൾ ചെയ്തിട്ടുണ്ട്. 17 സിനിമകൾ. അവസാനം ചെയ്ത സിനിമ ഏതാ? രമണനും ചന്ദ്രികയും. രമണനും ചന്ദ്രികയും. അതിന് TRP എത്രയായിരുന്നു? എന്താ സാർ? അതിൻ്റെ TRP എത്രയായിരുന്നു? TRP എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര സിനിമ ചെയ്തു എന്ന് പറഞ്ഞേ? 17. 17. എന്നിട്ട് നിങ്ങൾക്ക് TRP എന്താണെന്ന് അറിയില്ല? സിനിമയിൽ TRPയുടെ ആവശ്യമില്ലല്ലോ. TRPയുടെ ആവശ്യമുണ്ട് സാർ. കാര്യം സിനിമ ചാനലിൽ വരുമ്പോൾ അതിന് TRP ആവശ്യമാണല്ലോ. എന്താണ് സാർ ഈ TRP? ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ സീരിയൽ ചെയ്യാൻ വന്നിരിക്കുന്നത്? ഡയന, ആ TRPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കൊടുക്കും. ഈ TRP എന്ന് പറഞ്ഞാൽ ചിരി വന്നിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ സുര? ആ TRP എന്താന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഈ TRP എന്ന് പറഞ്ഞ സംഭവം
നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ടാർട്ട് ഒരു ഇതുണ്ടല്ലോ അതും ഇതും കൂടി നോക്കുമ്പോൾ വരുന്നത് അതാണ് ഈ നേരത്തെ സാറ് പറഞ്ഞ ആ TRP. അതെ അത് തന്നെയാണ് TRP. ഇപ്പൊ മനസ്സിലായല്ലോ TRP എന്താണെന്ന്. അല്ല എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, സാറൊന്ന് വ്യക്തമാക്കി തന്ന. ഓക്കെ ഓക്കെ അതൊക്കെ പോട്ടെ, നിങ്ങൾ കഥ പറയാൻ വന്നല്ലേ? അതെ കഥ പറ സാറേ. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു തറവാട്. ധാരൻ്റെ റൈറ്റർ മൊയ്തു കടത്ത്. ആരാ? ഞാനാണ്. ഈ കഥ സീരിയലിന് പറ്റില്ല. ഇത് നല്ല കഥയാണ് സാർ. നല്ല കഥയാ, പക്ഷെ ഇത് സീരിയലിന് പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ സത്യശീലനെ പോയത് കാണാം. സത്യശീലനെ പോയി കാണണോ സാർ? ആ പിന്നെ കാണണം, കാര്യം പുള്ളിയാണ് ആദ്യം ഈ കഥയ്ക്ക് അപ്രൂവ് തരേണ്ടത്, എന്നിട്ടാണ് ഞാൻ തരേണ്ടത്. കാണിക്കാം കേട്ടോ സുരാ, ചെൽ തറവാട്. എൻ്റെ പൊണ്ണ് സാറേ, എന്തിനാ വെറുതെ ആ പാവത്തിനിട്ട് വട്ടം കറക്കും? സത്യശീലൻ സാർ അപ്രൂവൽ ചെയ്താൽ നിങ്ങൾ റിജക്ട് ചെയ്യും. സത്യശീലൻ സാർ റിജക്ട് ചെയ്താൽ നിങ്ങൾ അപ്രൂവൽ ചെയ്യും. എന്തിനാ സാറേ ഇത്? ഇടൂ, അതാണ് ചാനലിന്റെ സ്ട്രാറ്റജി, പീപ്പണ തന്ത്രം. ഞാൻ പറഞ്ഞ എല്ലാ ചേഞ്ചസും വരുത്തിയില്ലേ? ഓ സാർ. കാരണം നല്ല ഹൊറർ മൂഡ് വേണം എല്ലാ എപ്പിസോഡിലും, എന്നാലേ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റും. അപ്പോൾ ശരി, ഓക്കെ സാർ. ഓക്കെ. ഇരിക്കും. താനിരുന്നോളൂ. സാറേ, മൊയ്തു കടവിൽ കഥ പറയാൻ വന്നാണ്, ഒന്ന് വിശദമായിട്ട് കേൾക്കണം. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അതായത് പ്രഭാതം പൊട്ടിവിടരുന്നു. എപ്പോ? അല്ല, സീരിയൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. ശരി, ബാക്കി. അപ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്നു. എപ്പോൾ? അല്ല, ശരി, പറയൂ. കിളികൾ പറക്കുന്നു. കിളികളൊക്കെ പറക്കണോ സാറേ? കിളികൾ പറന്നോട്ടെ, പറ. ഈ സമയം രണ്ട് കൗമാര പ്രായക്കാർ നടന്നു വന്ന് സുക്കൂറും സൈനബയും. ആ പേര് മാറ്റണം. മാറണം. പേര് മാറ്റാം. ഈ കൗമാര പ്രായക്കാർ നടന്നു വന്ന് പരസ്പരം നോക്കുന്നു. എന്തിനു നോക്കുന്നു? അല്ല, അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നു? അവിടെ അടുത്തൊരു സർവേരിക്കല്ലിൽ. സർവേരിക്കല്ല്. സർവേരിക്കല്ലെങ്കിൽ സർവേരിക്കല്ല്. ബാക്കി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു വൃദ്ധൻ നടന്നു വരുന്നു. സാറേ, പണിയാവേ? ഈ സീരിയലിനകത്ത് എത്ര വൃദ്ധന്മാരുണ്ട്? ഒരു വൃദ്ധൻ. എങ്കിൽ ആ വൃദ്ധൻ വേണ്ട. ശരി. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നു. അയാൾക്ക് എത്ര വയസ്സ് കാണും? ഒരു 78 വയസ്സ്. ഓക്കെ, ബാക്കി. ഇയാൾ നടന്നു വരുന്നത് കാണുമ്പോൾ ഈ കൗമാര പ്രായക്കാരുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ, അതായത് പേടി, ഭയം, ശുഷ്കാന്തി, ദ്രുണ്യത. എന്ത്? ദ്രുണ്യത. എന്ത്? ദ്രുണ്യത. ദുണ്യത അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സീരിയലിന്റെ പേരെന്താന്നാ പറഞ്ഞത്? മൈലാഞ്ചിയിട്ട കൈകൾ. ആ പേര് മാറ്റണം. പേര് മാറ്റാം. പിന്നെ ഇതിനകത്ത് സസ്പെൻസ് പോരാ. സസ്പെൻസ് നിറയ്ക്കണം. ഈ പ്രഭാതം പൊട്ടി വിടരണ്ട. അതെ. പകരം കൂരാക്കൂരിരുട്ട്, വിജനമായ അന്തരീക്ഷം, പിന്നെ കിളികളൊന്നും പറക്കണ്ട. അതിന് പകരം കൂർത്ത കൊക്കുള്ള ഒരു പരുന്ത് വട്ടമിട്ട് പറക്കും. അങ്ങനെ പറന്നു വരുന്ന ഒരു ഷോട്ട്. അതിനുശേഷം താങ്കൾ പറഞ്ഞ 2 യുവമിഥുനങ്ങൾ നടന്നു വരുന്നു. എന്താണ് അവരുടെ പേര് പറഞ്ഞത്? സുക്കൂറും സൈനബയും. സുക്കൂർ കിടക്കട്ടെ, സൈനബ മാറ്റണം. സുക്കൂറും സിസിലിയും. അവർ നടന്നു വരുന്നു. നടന്നു വന്ന് എവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്? സർവേരിക്കലിൽ. അത് വേണ്ട, അതിന് പകരം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഓക്കെ. ഈ സമയം പോലീസ് ജീപ്പ്. നോ, ആംബുലൻസ്. ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്ന് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നു. ആംബുലൻസ് എന്തിനു വന്നു? ആംബുലൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാണ് മരിച്ചത്? ഇതിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നിർത്തുന്നു. വെരി ഗുഡ്, നന്നായിരിക്കും സാർ. എങ്ങനെയുണ്ട്? അല്ല സാർ, ഇത് എൻ്റെ കഥയല്ലല്ലോ. എൻ്റെ കഥയാണ്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, താൻ ചെയ്തോളൂ. ഇത് അപ്രൂവ്ഡ്.